ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയുമില്ലാതെ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിൽ ഇരു സഭകളും സ്തംഭിച്ചിരിക്കുകയാണ്. ബീഹാറിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട്, അതായത് SIR നടപ്പിലാക്കുന്നതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള വിയോജിപ്പ്, അതുമായി ബന്ധപ്പെട്ട് കറുപ്പ് വസ്ത്രം ധരിച്ചെത്തി പ്രതിപക്ഷ അംഗങ്ങൾ പാർലമെന്റിന്റെ കവാടത്തിൽ തുടങ്ങിയ പ്രതിഷേധം ചോദ്യോത്തരവേള ആരംഭിച്ചതോടെ എല്ലാ രീതിയിലും അത് അണപൊട്ടി ഒഴുകുന്ന രീതിയിൽ ബഹളം അത് പാരമ്യത്തിലേക്ക് എത്തുകയും ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ നടുത്തളത്തിലേക്ക് ഇറങ്ങിയുള്ള മാർച്ച്, ചോദ്യോത്തരവേള തുടരാൻ സ്പീക്കർ ശ്രമിക്കുന്ന പരമാവധി സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും അതെല്ലാം പൊളിച്ചടുക്കി നിരവധിയായ ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷികൾ സ്പീക്കറെ വളഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. 1 ലക്ഷം വോട്ടർമാരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന തൊടുന്യായവുമായി വന്നിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ബീഹാറിൽ ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയ കൃത്രിമത്വമാണ് എന്ന് ഗിരിധരി യാദവ് എന്ന JDU MP തന്നെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. തന്നെ തെരഞ്ഞെടുത്ത വോട്ടർ പട്ടിക തെറ്റാണോ? ഇത് എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. ഐക്യ ജനതാദളിലെ MP-മാരെ പ്രതികരിച്ച് ഗിരിധരി യാദവ് ചോദിച്ച ഈ ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട്. 12 MP-മാരാണ് ഐക്യ ജനതാദളിൽ BJP-യുടെ സഖ്യകക്ഷിയായി ഉള്ളത്. ഈ 12 MP-മാരുടെയും ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നതെന്ന് ഗിരിധരി യാദവ് പറഞ്ഞിരിക്കുകയാണ്. ബീഹാറിൽ ഐക്യ ജനതാദൾ BJP-യുമായി സഹകരണം അവസാനിപ്പിക്കാൻ പോകുന്നു. കാരണം ഐക്യ ജനതാദളിന് ഇനി മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുകയില്ല. മുഖ്യമന്ത്രി സ്ഥാനം തങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, BJP-ക്ക് കിട്ടരുത് എന്ന് നിതീഷിന് വ്യക്തമായ ചിന്താഗതിയുണ്ട്. RJD-യിലേക്ക് പോകട്ടെ, ജനതാ പാർട്ടികൾക്ക് അതിനുള്ള അർഹതയുണ്ട്. BJP അങ്ങനെ ഇപ്പോ നേട്ടം കൊയ്യണ്ട. RJD-യുടെ നേതാവായി തേജസ്വി യാദവ് മുഖ്യമന്ത്രിയായാലും തനിക്ക് വിരോധമില്ല എന്ന് തുറന്നടിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഏറിയ പക്ഷം RJD-ക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ കഴിയും. കേവല ഭൂരിപക്ഷം എത്തിയില്ലെങ്കിൽ പോലും അതിനടുത്തുള്ള രീതിയിൽ സീറ്റ് നില വർദ്ധിപ്പിക്കാൻ കഴിയും. BJP എത്രയൊക്കെ തലകുത്തി നിന്നാലും RJD-യുടെ അടുത്തെത്താൻ കഴിയില്ല എന്ന് ഉറപ്പിക്കുകയാണ് ഐക്യ ജനതാദൾ MP-മാർ മുഴുവനായി. ഐക്യ ജനതാദളിലെ MP-മാരെ പർച്ചേസ് ചെയ്യാനാണ് വിചാരമെങ്കിൽ അത് നടക്കില്ല. ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കാൻ വേണ്ടി വന്നാൽ നിതീഷിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്യാനും തയ്യാറായി തന്നെയാണ് MP-മാർ നിൽക്കുന്നത്. കേന്ദ്രമന്ത്രിയായ ലലൻ സിംഗിനെയും അവിടുത്തെ കേന്ദ്ര സഹമന്ത്രിയും ഒക്കെ നിരവധി വിഷയങ്ങളിൽ ഒറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഐക്യ ജനതാദളിലെ ബാക്കി 10 MP-മാരും ശ്രമിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ MP-മാരിൽ 12 പേരിൽ 10 പേർക്കും നിതീഷിന്റെ നിലപാടിനോട് യോജിപ്പേ ഇല്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒന്ന് ആലോചിക്കണം, പ്രിയങ്കയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെയുള്ള ഈ പ്രതിഷേധം ജയാ ബച്ചൻ അടക്കമുള്ളവർ, കനിമൊഴി, അതുപോലെ തന്നെ വനിതാ MP-മാർ ഒരു സമഗ്രമായ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇത് വിജയിക്കുക തന്നെ ചെയ്യും. വിജയിച്ചില്ലെങ്കിൽ BJP എല്ലാ രീതിയിലും ഈ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുമെന്ന് അവർക്കറിയാം.